الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പാലിച്ച് റബ്ബ് സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണം എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിർഭയരായിക്കൊണ്ട് ആരെയും ഭയപ്പെടാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസികൾക്ക് മാത്രമായി അള്ളാഹു നൽകിയ മഹത്തായ ഒരു നിഅമത്താണ്. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ സംഭവിക്കും എന്നതിനെ കുറിച്ച് അനാവശ്യമായ ചിന്തകളോ വിഭ്രാന്തികളോ ഭയപ്പാടുകളോ അവരെ അലട്ടുകയില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും നഷ്ടങ്ങളെ ഓർത്തുകൊണ്ട്, പരാജയങ്ങളെ ഓർത്തുകൊണ്ട് നിരാശാഭരിതമായ ഒരു ജീവിതം നയിക്കുന്ന അവസ്ഥയും ഒരിക്കലും സത്യവിശ്വാസിന് ഉണ്ടാവുകയില്ല. കാരണം അവന്റെ വിശ്വാസം അതല്ല അവനെ പഠിപ്പിക്കുന്നത്. തന്നെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ് എന്നും തന്റെ ജീവിതത്തിൽ ഷർറും നിശ്ചയിക്കുന്നവൻ തന്റെ റബ്ബാണ് എന്ന കൃത്യമായ ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അവന് സംഭവിക്കാൻ ഏതെങ്കിലും പ്രയാസങ്ങളെ ഓർത്തുകൊണ്ട് അവൻ അതിൽ വിഷമിക്കുകയില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ അവന് സംഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെ ഓർത്തുകൊണ്ട് അവനൊരിക്കലും നിരാശ ബാധിക്കുകയുമില്ല. പലപ്പോഴും ആളുകൾ ഏറെ വിഷമതയിലാകുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ഓർത്തുകൊണ്ട് തനിക്ക് ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുവാൻ സാധിക്കും എന്നതിനെ കുറിച്ച് മനുഷ്യൻ ആകുലതപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും അതിൽ
വിഷമിക്കുകയില്ല, പ്രയാസപ്പെടുകയില്ല എന്നുള്ളതാണ്. കാരണം താൻ ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവൻ കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ള ബോധം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യൻഖുസു മിൻ ഉംരിഹി ഇല്ലാ ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ പ്രകാരമല്ല ഒരാൾക്കും ഇവിടെ അല്ലാഹു ആയുസ്സിനെ നീട്ടിക്കൊടുക്കുകയില്ല. വലാ യൻഖുസു, അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ആയുഷ്കാലം മുഴുവൻ ഈ ദുനിയാവിൽ ജീവിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയുള്ളൂ. എല്ലാം ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഒരു ഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരികയില്ല. ഇനി മനുഷ്യന് ആശങ്ക നിലനിൽക്കുന്ന മറ്റൊരു വിഷയമാണ് അവന്റെ റിസ്കുമായി ബന്ധപ്പെട്ട വിഷയം, അവന്റെ ഉപജീവനം, അവന്റെ സാമ്പത്തികമായ അവസ്ഥ. തന്റെ ഭാവി ജീവിതം എന്തായിരിക്കും, തന്റെ കുടുംബത്തിന്റെ ഭാവി എന്തായിരിക്കും, തന്റെ കച്ചവടം ഏതു നിലയിലായിരിക്കും, ഇങ്ങനെ തുടങ്ങി അനാവശ്യമായ ചിന്തകളും ആകുലതകളിലും പെടുന്ന ആളുകളുണ്ട്. അവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റിസ്ക് കണക്കാക്കുന്നവൻ, നമുക്ക് ഉപജീവനം കണക്കാക്കുന്നവൻ എന്റെ റബ്ബാണ് എന്ന കൃത്യമായ ബോധമുണ്ടെങ്കിൽ ആ റിസ്കിനെ നഷ്ടപ്പെടുത്തുവാൻ ഒരു ശക്തി ശ്രമിച്ചാലും ഇല്ല എന്നുള്ള കൃത്യമായ വിശ്വാസം ഒരാളിൽ രൂഢമൂലമാകുമെങ്കിൽ അവന് പിന്നെ യാതൊരു പ്രയാസവുമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അല്ലാഹുവാകുന്നു നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വമാ മിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഈ ഭൂമിയിൽ ലോകത്തുള്ള സകലമാന ജീവജാലങ്ങൾക്കും മനുഷ്യരെന്ന് മാത്രമല്ല, മൃഗങ്ങളെന്ന് മാത്രമല്ല, പക്ഷികളെന്ന് മാത്രമല്ല, മനുഷ്യൻ നിസ്സാരമായി കണക്കാക്കുന്ന ചെറിയ ഒരു ഉറുമ്പ് മുതൽ കടലിൽ വസിക്കുന്ന നീലത്തമ്മീങ്കലം മുതൽ വലിയ വലിയ ആന പോലെയുള്ള വലിയ വലിയ മൃഗങ്ങൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ദുനിയാവിൽ റിസ്കിനെ നൽകുന്നത് എന്നതാണ്. ശ്രദ്ധേയമായ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനം. നമ്മൾ റിസ്കിനെ കുറിച്ച് ആകുലതപ്പെടേണ്ടതില്ല. അല്ലാഹു ചോദിക്കുകയാണ്, വകഅയ്യിൻ മിൻ ദാബത്തിൻ, എത്ര മൃഗങ്ങളാണ്, എത്ര ജീവജാലങ്ങളാണ്, ലാ തഹ്മിലു റിസ്ഖുഹാ, അവ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഭക്ഷണം ചുമന്നില്ല, അവയൊന്നും സഞ്ചരിക്കുന്നത് അല്ലാഹു യർസുഖുഹാ വ ഇയ്യാകും. അതുകൊണ്ട് നിങ്ങൾക്കാകട്ടെ, ആ ജീവജാലങ്ങൾക്കാകട്ടെ ആവശ്യമായിട്ടുള്ള അന്നം അല്ലാഹു ഈ ഭൂമിയിൽ കരുതി വെച്ചിട്ടുണ്ട് എന്നതാണ്. ഈ ഒരു ചിന്തയുണ്ടാകുമ്പോ പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? ആരെയും പേടിക്കാതെ നിർഭയത്വത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കുവാൻ സാധ്യമാകുമെന്നാണ്. കാരണം എന്റെ റബ്ബാരാണ്, എന്റെ കൂടെയുള്ളവനാണ്, എന്റെ വികാര വിചാരങ്ങളെ കൃത്യമായി അറിയുന്നവനാണ്, എന്റെ പ്രശ്നങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിച്ചു തരാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ്. അതുകൊണ്ട് തന്നെ എന്റെ റബ്ബ് മാത്രം മതി എന്റെ ജീവിതത്തിൽ ഖൈർ നൽകാൻ. ജീവിതത്തിൽ എന്തെങ്കിലും ശർറ് വരുന്നുണ്ടെങ്കിൽ അതെന്റെ റബ്ബ് മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് എന്നുള്ള ഒരു ബോധം, ആ ഒരു ബോധം വിശ്വാസികൾക്കുണ്ടാകുമ്പോൾ അവന് വളരെ സുരക്ഷിതമായി, വളരെ സന്തോഷത്തോടെ, വളരെ സംശുദ്ധമായ ഒരു ജീവിതം ഈ ദുനിയാവിൽ ജീവിക്കുവാൻ സാധിക്കും എന്നതാണ്. ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണാകട്ടെ ഒരു പെണ്ണാകട്ടെ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുന്നു. എങ്ങനെ? വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിക്കൊണ്ട്, അവൻ കൃത്യമായ അല്ലാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഈമാനോട് കൂടെ നേരെ
തരത്തിൽ ആ ഒരു വിശ്വാസത്തോട് കൂടെ ജീവിക്കുകയാണ് എങ്കിൽ ഒരു ശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള അവസരം അയാൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ, മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കളയുന്ന, അവന്റെ നിർഭയത്വം നഷ്ടപ്പെടുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു മനുഷ്യന്റെ അമ്ന് നഷ്ടപ്പെട്ട് അവന് നൽകേണ്ട വിശ്വാസികൾക്ക് അല്ലാഹു കരിഞ്ഞേകുന്ന ആ അമ്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെന്ന് അവസാനം അവന്റെ മാനവും അവൻ സമ്പാദിച്ച സമ്പാദ്യവും അവന്റെ ശരീരം തന്നെയും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ആളുകൾ അന്ധവിശ്വാസത്തിന്റെ ആലയങ്ങൾ, മന്ത്രവാദത്തിന്റെയും അതേപോലെ തന്നെ സിദ്ധന്മാരുടെയും ഒക്കെ കേന്ദ്രങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കരുത്തുള്ള ആള് കണ്ടാൽ നല്ല ശക്തരായിരിക്കും, അയാളുടെ ശരീരം കണ്ടാൽ നല്ല ശക്തനായിരിക്കും, പക്ഷേ മനസ്സ് ദുർബലമാകും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈമാൻ ഹൃദയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എത്ര കായികമായ ശക്തിയുള്ളവനാണെങ്കിലും ശരി, അവന്റെ മനസ്സ് ദുർബലമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവന് സാമ്പത്തികമായ പവർ ഉണ്ടെങ്കിലും ശരി, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലാണ് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നെങ്കിൽ അവന്റെ മനസ്സ് ദുർബലമായി പോകുന്നു. എത്ര വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയമാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ പോലും അയാളുടെ മനസ്സിൽ അന്ധവിശ്വാസങ്ങളാണ് കുടികൊള്ളുന്നതെങ്കിൽ എല്ലാം ദുർബലമായി പോകും നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലേ? എത്ര ആളുകൾ ശകുനങ്ങളിൽ, ദുശകുനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവന്റെ ഒരു ദിവസത്തെ ഖൈറും ഷർറും നിശ്ചയിക്കുന്നത് ശകുനത്തിന്റെ, ദുശകുനത്തിന്റെയും അതേപോലെ തന്നെ നല്ല ശകുനത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ ദിവസങ്ങളിലെ ഖൈറും ഷർറും നിശ്ചയിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? പേരിന് മുസ്ലിമായിരിക്കും, നാമങ്ങൾ കൊണ്ട് മുസ്ലിമായിരിക്കും, പക്ഷേ ഇത്തരം ദുശകുനങ്ങളിൽ വിശ്വസിക്കുന്ന എത്രയോ ആളുകളെ, മുസ്ലിം പേരുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് ജാഹിലിയത്തിന്റെ ാണ്. അഥവാ കൃത്യമായ വിശ്വാസമുണ്ടായിട്ടില്ലായിരുന്ന ഒരു ജനതയിൽ ഉണ്ടായിരുന്ന, അള്ളിപ്പിടിച്ചിരുന്ന വിശ്വാസങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള ദുശകുനങ്ങളുടെ വിശ്വാസം. ജാഹിലിയ കാലത്ത് ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോ അവർ നേരെ കഅബാലയത്തിലേക്ക് വരുമെന്നാണ്. അവിടെ 3 കുന്തങ്ങൾ നാട്ടിവെച്ചിരുന്നുവെന്ന്, അതിലൊന്ന് എഴുതി വച്ചിരുന്നത് ഇഫ്അൽ എന്നാണ്, രണ്ടാമത്തതിൽ ലാ തഫ്അൽ, മൂന്നാമത്തതിൽ പ്രത്യേകിച്ചൊന്നും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. എന്നിട്ട് ആ നാട്ടിയ കുന്തത്തിൽ ഒന്ന് എടുക്കുമ്പോ അത് ഇഫ്അൽ എന്നാണെങ്കിൽ നീ പ്രവർത്തിക്കൂ എന്നാണ് എങ്കിൽ അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്നതാണ്. ഇനി ലാ തഫ്അൽ, നീ ഒന്നും ചെയ്യരുത് എന്നാണെങ്കിൽ അയാൾ നേരെ തിരിച്ച് അയാളുടെ ഉദ്ദേശം എന്തായിരുന്നുവോ അത് പ്രവർത്തിക്കാതെ നേരിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ഒന്നും കുന്തത്തിൽ വെക്കാത്തതാണെങ്കിൽ വീണ്ടും അടുത്ത ചാൻസ് ആണ്, അടുത്ത പ്രാവശ്യം കൂടിയും കുന്തമെടുക്കുവാനുള്ള അവസരം അയാൾക്ക് ലഭിക്കുന്നു. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിന് സമാനമായിട്ടുള്ള പല ചിന്താഗതികളും നമ്മുടെ സമൂഹത്തിൽ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അവരിങ്ങനെ ജാഹിലിയ കാലത്ത് അവർ കൂടിയിരിക്കുമ്പോ പക്ഷികൾ പറന്നു പോകുന്ന കൂടെയാണ് പറന്നുപോയതെങ്കിൽ അത് ദുശകുനത്തിന്റെ അടയാളമായി കണ്ടിരുന്നു. വലതുഭാഗത്തുകൂടെയാണ് പക്ഷികൾ കടന്നു പോകുന്നതെങ്കിൽ അത് നല്ല ലക്ഷണത്തിന്റെയും അടയാളമായി കൊണ്ടവർ കണ്ടിരുന്നു. അതുപോലെ തന്നെ പക്ഷികളുടെ ചെറിയ ചില ശബ്ദങ്ങൾ
ആ ശബ്ദങ്ങൾ തങ്ങൾക്ക് ഗുണവും ദോഷവും വരുത്തുന്നവരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ജനതയായിരുന്നു അവർ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു, അത്തീറത്തു ശിർകുൻ, അത്തീറത്തു ശിർകുൻ, അത്തീറത്തു ശിർകുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിന്റെ ഗൗരവവും പ്രാധാന്യവും കാണിക്കാൻ വേണ്ടിയായിരുന്നു പലപ്പോഴും വിഷയം 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിരുന്നത് എന്നാണ്. ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിയായിരുന്നു. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയമാണ് അത്തീറത്തു ശിർക്. ഇങ്ങനെ പക്ഷികളെ പറത്തി നോക്കി, പക്ഷിയെ പറത്തുമ്പോൾ അത് വലതുഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ തന്റെ ജീവിതത്തിൽ എന്തോ ഒരു ഗുണം വരാനിരിക്കുന്നു, ഖൈർ വരാനിരിക്കുന്നു, ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് എങ്കിൽ തന്റെ ജീവിതത്തിൽ ആ പക്ഷി വലതുഭാഗത്ത് കൂടെയാണ് പറന്നതെങ്കിൽ വലിയ നന്മ വരാനിരിക്കുന്നു. ഇടതുഭാഗത്തേക്കാണെങ്കിൽ വലിയ ദോഷമാണ്, താൻ കച്ചവടം ചെയ്തിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്ന അത്രയും അന്ധമായ വിശ്വാസങ്ങൾ പുലർത്തിയിരുന്ന ഒരു സമുദായം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വിഭാഗം ആളുകളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പക്ഷി ഒരു പ്രത്യേക ശബ്ദമാക്കി പറന്നുപോയി എന്നാണ്. അപ്പൊ ഒരു മനുഷ്യൻ പറഞ്ഞു, ഫഖാല റജുലുൻ മിനൽ ഖൗമി ഖൈർ ഖൈർ, ഇദാ നമുക്ക് വല്ലാത്ത നന്മ വരാനിരിക്കുന്നു, വല്ലാത്ത നന്മ വരാനിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞപ്പോ ഫഖാല ലഹു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞുവെന്നാണ്, ലാ ഖൈറ വലാ ശർ, ഒരു പക്ഷി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശബ്ദമുണ്ടാക്കി എന്ന് വിചാരിച്ച് അത് നിങ്ങൾക്ക് നന്മ വരുത്താനാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അതേതെങ്കിലും ഒരു ഷർറ് വരുത്താനാണ് എന്ന് നിങ്ങൾ കരുതേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നും വേണ്ട, ഒരു പല്ലിയെങ്ങാനും ഒന്ന് ചിലച്ചാൽ മതി അല്ലേ? നമ്മളെ തൗഹീദുള്ള ആളുകളിൽ പോലും, തൗഹീദിൽ വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന ആളുകളിൽ പോലും ഒരു പല്ലിയെങ്ങാനും ഒരു ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ അതാ പല്ലി കൊക്കിയിട്ടുണ്ട്, പല്ലി ചിട്ടുണ്ട്, അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞത് സത്യമാണ്. അല്ലെങ്കിൽ നമുക്ക് നന്മ വരാനുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ കൂമൻ മൂളിയാൽ അത് വല്ലാത്ത ഒരു ഷർറ് വരാനിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ, കുറ്റിച്ചൂളൻ കുറുകിക്കഴിഞ്ഞാൽ എന്തോ ഒരു പേടി സ്വപ്നം, ഒരു മരണം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വരാനുണ്ട് എന്ന ഒരു വാർത്തയാണത് നൽകുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകൾ അല്ലേ? ഇന്നും നമ്മുടെ സമൂഹത്തിലില്ലേ? ജാഹിലിയ കാലഘട്ടത്തിൽ അന്ന് മുശ്രിക്കുകളായ ആളുകളിൽ ഉണ്ടായിരുന്ന അതേ വിശ്വാസം ഇന്നും തൗഹീദിന്റെ വക്താക്കളാണ് എന്ന് പറയുന്ന ആളുകളുടെ മനസ്സിന്റെ അടിത്തട്ടുകളിൽ നിന്ന് അതിപ്പോഴും ല്ലാത്ത അവസ്ഥയിൽ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ആ ഒരു വിശ്വാസത്തിലേക്ക്, ഖൈറും ഷർറും നിശ്ചയിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന ആ കൃത്യമായ ഒരു ബോധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലൊരു സ്വഹാബി ചോദിച്ചു, പ്രവാചകരെ, ഇങ്ങനെ ആരെങ്കിലും ശകുരത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് പ്രായശ്ചിത്തമുള്ളത്, കഫാറത്തുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, നീ പറയണം, അല്ലാഹുവേ, എല്ലാ ഖൈറും നിന്നിൽ നിന്നാണ്, വലാ തീറ ഇല്ലാ ത്വയ്റുക, നിന്നിൽ നിന്നല്ലാതെ ഒരു ശകുനവുമില്ല, വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ മറ്റൊരു ആരാധനയുമില്ല എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നുള്ളത് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ സുദൃഢമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ സലാം വീട്ടിയതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുണ്ടല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅത, അതൊരു ആദർശത്തിന്റെ പ്രഖ്യാപനമാണ്. അത് കേവലം ഒരു നാവ് കൊണ്ട് ചൊല്ലി തീർക്കേണ്ട ഒരു പ്രാർത്ഥന മാത്രമല്ല, മറിച്ചൊരു വിശ്വാസിയുടെയും ഒരു ആദർശത്തിന്റെ പ്രഖ്യാപനം കൂടിയാണത്. എന്താണ് വിശ്വാസി അത് ചെയ്യുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅത, നീ എനിക്ക് ദുനിയാവിൽ, നീ എനിക്ക് ആരോഗ്യം നൽകി, സമ്പത്ത് നൽകി, വിദ്യാഭ്യാസം നൽകി, ജീവിതത്തിൽ എന്തെല്ലാം മക്കളെ നൽകി, അങ്ങനെ ഒട്ടനവധി അനുഗ്രഹം
ആ അനുഗ്രഹങ്ങളെ തടയിടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അതിനെ തടയിടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. നീ തടഞ്ഞതിനെ നൽകാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു മന്ത്രവാദിക്കും, ഒരു തങ്ങൾക്കും, ഒരു ഭൂമിക്കും നീ എന്തെങ്കിലും ജീവിതത്തിൽ അത് പിന്നെ തടഞ്ഞാൽ അത് ഖൈറാക്കി തരാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന പ്രഖ്യാപനം നടത്തേണ്ടവരാണ് സത്യവിശ്വാസികൾ എന്നതാണ്. എത്രമാത്രം അബദ്ധജടിലമായ വിശ്വാസങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നും കൈത്തണ്ടകളിൽ നൂല് ബന്ധിക്കുന്ന ആളുകളില്ലേ, അതേപോലെ പ്രത്യേകമായിട്ടുള്ള മാലകൾ കഴുത്തിൽ ധരിക്കുന്ന ആളുകളില്ലേ, കുട്ടികൾക്ക് കണ്ണേറ് ബാധിക്കാനെന്ന പേരിൽ അവരുടെ അരയിലും അതേപോലെ തന്നെ കൈകളിലുമൊക്കെ ചരട് കെട്ടിക്കൊടുക്കുന്ന ആളുകളില്ലേ, വീടുകളിൽ ഫ്രെയിം ചെയ്തുകൊണ്ട് പല രൂപത്തിലുള്ള അക്ഷരങ്ങളും അക്കങ്ങളും ഫ്രെയിം ചെയ്ത് വെക്കുന്ന ആളുകളില്ലേ, വാഹനങ്ങളിൽ ഈ രൂപത്തിലുള്ള കയറുകൾ കെട്ടി ബന്ധിക്കുന്ന ആളുകളില്ല. എന്താണത്? ഈ കയർ ബന്ധിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് കണ്ണേറ് ബാധിക്കുകയില്ല, വാഹനത്തിന് യാതൊരു അപകടവും സംഭവിക്കുകയില്ല, വീട് കള്ളന്മാരിൽ നിന്ന് സുരക്ഷിതമായിരിക്കുമെന്ന ചിന്ത. എത്ര അബദ്ധജടിലമായ ശിർക്കിന്റെ വിശ്വാസങ്ങളാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയേറെ കൃത്യമായി ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ പ്രവാചകൻ ഒരാളെ അയച്ചു വന്നാണ്. ആ യാത്ര മൃഗങ്ങളുടെ കഴുത്തുകളിൽ പിന്നെ മൃഗത്തിന് യാതൊരു തരത്തിലുള്ള ഉപദ്രവം ഏൽക്കാതിരിക്കാൻ, അവർ പോകുന്ന യാത്രകളിൽ യാതൊരു അപകടങ്ങളും സംഭവിക്കാതിരിക്കാൻ അവർ ഈ ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും ഒക്കെ കഴുത്തിൽ പ്രത്യേകമായ ചരടുകൾ ബന്ധിച്ചിരുന്നുവെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആവശ്യപ്പെട്ടു. നബി പ്രത്യേകം ഒരാളെ പറഞ്ഞയച്ചുവെന്നാണ്. അത്തരം ഒട്ടകത്തിന്റെ കഴുത്തുകളിലും മറ്റു വാഹനങ്ങളുടെ കഴുത്തുകളിലും കാണുന്ന ആ ചരടുകളെ ഒഴിവാക്കാൻ, അതിനെ പിന്നെ പൊട്ടിച്ചു കളയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇന്ന റുഖ വത്തമാഇമ വത്തിവലത ശിർകുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റുഖ, ഇങ്ങനെ കണ്ണേർ തട്ടാതിരിക്കാൻ ചില ആളുകൾ കഴുത്തിലും അതേപോലെ തന്നെ കൈകളിലുമൊക്കെ കെട്ടുന്ന ഈ മന്ത്രിച്ചൂരി കെട്ടുന്ന നൂലുണ്ടല്ലോ, അതിന് ഇത്തരത്തിലുള്ള പിന്നെ മന്ത്രങ്ങൾ, അതേപോലെ തന്നെ തമായിമുകൾ, എലസുകൾ, ഷിർക്കുൻ, ഇതെല്ലാം ഷിർക്കിന്റെ ഗണത്തിൽപ്പെടുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിവിലത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ കാലത്ത് അവർ പ്രത്യേകം നടത്തിയിരുന്ന ചില മന്ത്രങ്ങളായിരുന്നു, ചില എലസുകളായിരുന്നു, അവർ കിട്ടിയിരുന്ന എലസുകളായിരുന്നു. ഇതെല്ലാം ഷിർക്കിന്റെ ഗണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നും മുസ്ലിം സമുദായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള അന്ധമായ വിശ്വാസങ്ങൾ, ഷിർക്കിന്റെ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങൾ, ഇത്തരത്തിലുള്ള ഏലസുകൾ, ഇത്തരത്തിലുള്ള ഐക്കല്ലുകൾ ഒഴിവാക്കാൻ അവരുടെ വീടുകളിൽ നിന്ന്, അവരുടെ ശരീരങ്ങളിൽ നിന്ന്, അവരുടെ മൃഗങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്നും തയ്യാറാകാത്ത എത്രയോ സഹോദരങ്ങളെ മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് പ്രവാചകന്മാർ കൃത്യമായ തൗഹീദിന്റെ ആദർശത്തെ സമൂഹത്തിൽ അതിശക്തമായ രൂപത്തിൽ പഠിപ്പിക്കുവാൻ വേണ്ടതുണ്ട്. നമ്മൾ വിചാരിച്ചു മനുഷ്യന് വിദ്യാഭ്യാസവും പരമായ പ്രചാരണങ്ങളെല്ലാം ആളുകൾക്കിടയിൽ വർദ്ധിക്കുമ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങൾ അങ്ങ് പോയി പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആധുനിക കാലഘട്ടങ്ങളിൽ ഈ ഒരു 1-2 ആഴ്ച ഉള്ള സംഭവ വികാസങ്ങൾ മാത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുക. ഒരു യുവാവാണ് കഴിഞ്ഞ ഒരു ദിവസം തനിക്ക് കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഏതോ ഒരു മന്ത്രവാദി ഒരു ജീവനുള്ള കോഴിയെ വിഴുങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ആ കോഴിയെ വിഴുങ്ങാൻ ശ്രമിക്കുകയും ആ യുവാവ് ദാരുണമായി മരണപ്പെടുകയും ചെയ്ത സംഭവ വികാസം 2 ദിവസം മുമ്പാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
ഒരു ചെറുപ്പക്കാരനാണ് അത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ അടിമപ്പെട്ട് അവസാനം മരണം സംഭവിച്ചത് എന്ന് നമ്മൾ വായിച്ചറിയുന്നു. അതിനു മുമ്പ് കാസർഗോഡ് ഒരു ജിന്നുമ്മയുടെ കെണിയിൽപ്പെട്ട് മരണപ്പെട്ട് കൊലപാതകത്തിന് വിധേയനായ ഒരു മുസ്ലിം സഹോദരന്റെ വാർത്ത നമ്മൾ വായിച്ചു അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ അന്ധവിശ്വാസങ്ങളാണ് ഈ സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാട്ടിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെ എതിർത്തു, വിഗ്രഹാരാധന ശക്തമായി എതിർത്തു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇബ്രാഹിം, നീ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെയാണ് ആക്ഷേപിക്കുന്നത്, നീ ഞങ്ങളുടെ ആരാധനയാണ് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. തീർച്ചയായും നിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് ഭയപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ ശിർക്ക് വെക്കുന്ന വിഷയത്തിൽ ഞാൻ ഭയപ്പെടണം. നിങ്ങൾ പറയുന്ന, നിങ്ങൾ എനിക്ക് വരാനിരിക്കുന്ന ദോഷത്തെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ ആകുലതപ്പെടുന്നു. ഞാൻ എന്തിനു ഭയപ്പെടണം? ഞാൻ ഏകദൈവ വിശ്വാസിയാണ്. ഞാൻ ഖൈറും ശർറും എന്റെ റബ്ബിൽ നിന്ന് മാത്രം വരുന്നതാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന യാതൊന്നും ചെയ്യാൻ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ലാത്ത ഈ വിഗ്രഹങ്ങളെ ണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എങ്കിൽ നിങ്ങളാണെങ്കിലോ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു വിചാരവും യാതൊരു പേടിയുമില്ല. അള്ളാഹുവിൽ നിന്ന് കൃത്യമായ തെളിവുള്ള വിഷയമാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം, ഈ വിഗ്രഹങ്ങളെയും നിങ്ങൾ ഒഴിവാക്കണമെന്ന്. അതിനെ ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറാകുന്നതുമില്ല. എന്റെ വിശ്വാസത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പിൽ എന്ത് പ്രമാണമാണുള്ളത്? എന്നിട്ട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമുക്കും ഇന്ന് സമൂഹത്തോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. ചരടിലും നൂലിലും അതേപോലെ തന്നെ മന്ത്രവാദ തങ്ങന്മാരെയും ഭാവി പ്രവാചകന്മാരെയും സമീപിക്കുന്ന ആളുകൾ നമുക്ക് ചോദിക്കും അതാണ്, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ, നിർഭയത്വത്തിന് ഏറ്റവും അവകാശികളായി തീരുന്ന സംഘമേതാണ്? അത് ഏകദൈവ വിശ്വാസികളാണോ, അതല്ല ഇത്തരം അന്ധവിശ്വാസങ്ങൾ ജീവിക്കുന്ന ആളുകളാണ്? യാതൊരു സംശയവുമില്ല, ഏകദൈവ വിശ്വാസികളുടെ മനസ്സിന്റെ അകത്തലങ്ങളിൽ മാത്രമാണ് നിർഭയത്വത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുക എന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, എന്നിട്ട് വിശുദ്ധ ഖുർആൻ തുടർന്നു കൊണ്ട് പറഞ്ഞു, നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്, തൗഹീദുമായി ബന്ധപ്പെട്ട് പറയുന്ന വേദികൾ ആവർത്തിച്ച് ഓതപ്പെടുന്ന വചനം. അല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിക്കുകയും, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ യാതൊരു തരത്തിലുള്ള ശിർക്കും കടന്നു വരാത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളവർ. ആ നിർഭയത്വത്തിന്റെ ആളുകൾ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് ലഭിച്ച ആളുകൾ എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് തൗഹീദ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന, നാം ആർജിച്ചെടുക്കുന്ന ഈ മനസ്സമാധാനം, ഈ നിർഭയത്വം, അത് തൗഹീദില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്നതാണ്. ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ തകർച്ചയുണ്ടാകുമ്പോൾ ആരോ ചെയ്തു വെച്ച പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് വിശ്വസിക്കുകയും ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സമാധാനവുമില്ലാതെ സമാധാനം നഷ്ടപ്പെട്ട് അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ ആ എന്ന് പറയുന്ന വലിയ അനുഗ്രഹത്തിന് നാം നന്ദി കാണിക്കുക. ആ വിശ്വാസത്തിലേക്ക് പരമാവധി നമ്മുടെ കുടുംബത്തെയും നമ്മൾക്ക് കഴിയുന്ന നമ്മുടെ സമൂഹത്തെയും കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സദ്വിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ
ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പാലിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സമൂഹത്തിൽ രോഗം മാറുവാൻ, ജീവിതത്തിൽ ഭാഗ്യം സിദ്ധിക്കുവാൻ, ആപത്തുകൾ വരും ആ ആപത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ ഉറുക്കും മന്ത്രവും നൂലും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ തളച്ചിടപ്പെടുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം നിലനിർത്തുകയും അള്ളാഹു അവനോട് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളും മന്ത്രങ്ങളും അവൻ ചൊല്ലുകയും ചെയ്യുക എന്നത് ജീവിതത്തിൽ അവന് നിർഭയത്വവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്തുന്ന സംഗതികളാണ്. നമുക്ക് രോഗമുണ്ടാകുമ്പോൾ, അസുഖമുണ്ടാകുമ്പോൾ അതിന് ആധുനികമായ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇദശ്തക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദശ്തക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ടാകുമ്പോൾ യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅവ്വിദാത്ത് അഥവാ സൂറത്തുൽ ഇഖ്ലാസ്, അതേപോലെ തന്നെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ 3 സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും തന്റെ ശരീരത്തിൽ തടവുകയും ചെയ്യുമായിരുന്നു എന്നതാണ്. അങ്ങനെ പ്രവാചകന്റെ അവസാന ഘട്ടത്തിൽ റസൂലുള്ളാഹിയുടെ രോഗം കഠിനമായപ്പോൾ കുന്തു അഖറഉ അലൈഹി, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ആ 3 സൂറത്തുകളും ഓതി. വഅംസഹു ബിയദിഹി, എന്നിട്ട് റസൂലിന്റെ കൈകൊണ്ട് തന്നെ റസൂലിന്റെ ശരീരത്തെ ഞാൻ തടവി. എന്താ കാരണം? റജാഅ ബറകതിഹ, പ്രവാചകന്റെ ബർക്കത്ത് ആ ശരീരത്തിന്, പ്രവാചകന്റെ ശരീരത്തിന് ലഭിക്കുവാൻ എന്റെ കൈകൊണ്ട് തടയുന്നതിനേക്കാൾ നല്ലത് റസൂലുള്ളാഹിയുടെ കൈകൊണ്ട് തന്നെ തടയുന്നതാണ് എന്ന നിലക്ക് റസൂലുള്ളാഹിയുടെ കൈകൊണ്ട് തന്നെ ഞാൻ ആ 3 സൂറത്തുകൾ ഓതിയതിനു ശേഷം പ്രവാചകന്റെ ശരീരത്തിൽ തടവി എന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിച്ച ചില മന്ത്രങ്ങളുണ്ട്. നമ്മൾ ആധുനികമായ ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നിഷേധിക്കാൻ പോകേണ്ടതില്ല. മറിച്ച് ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങൾ അതുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുകൾ, മുഅവ്വിദാത്ത് എന്നുള്ള സൂറത്തുകൾ, ആ സൂറത്തുകൾ ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിൽ ചൊല്ലാൻ വേണ്ടി പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഉസ്മാൻ ബിനു റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരിക്കൽ ശരീരത്തില് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു എന്നാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വേദനയുണ്ടായ ഭാഗത്ത് കൈവെക്കാൻ ആവശ്യപ്പെടുകയും ബിസ്മില്ലാ എന്ന് 3 പ്രാവശ്യം ചൊല്ലാനും എന്നിട്ട് 7 പ്രാവശ്യം അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹദീസുകളിലുള്ള കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും നിഷേധിക്കാതിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് രോഗവും മറ്റു പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ദിക്റുകളാണ്. മന്ത്രമെന്ന് പറഞ്ഞാൽ അതാണ്. അതല്ലാതെ മറ്റു മന്ത്രവാദങ്ങളല്ല. മന്ത്രവാദത്തെ ഇസ്ലാം കണിശമായി എതിർക്കുന്നു. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവന്റെ സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ സ്വീകരിക്കുന്ന, ബിദ്അത്തുകളെയും ശിർക്കുകളെയും ഒഴിവാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അപാകതകളും ഗഫൂർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ രോഗത്തിന് പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. മാനസികവും ശാരീരികവുമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവരുടെയും പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗം കാരണം ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട്. മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട സഹോദരങ്ങളുണ്ട്. എല്ലാവരുടെയും അസുഖങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك.